ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ ഡിസംബർ 6 തീയതി നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്ത മേരി എന്ന സിനിമയെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ട് കാണും, ചിലർ കണ്ടിട്ടും കാണുമായിരിക്കും. ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പും റിലീസ് ചെയ്തതിന് ശേഷവും ഒക്കെ ഒത്തിരിയേറെ അഭ്യൂഹങ്ങളും ആശങ്കകളും കൺഫ്യൂഷൻസും ഒക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒത്തിരിയേറെ ആളുകൾ ചോദിക്കുകയുണ്ടായി, ഇത് കാണാവോ, ഇത് പ്രശ്നമുണ്ടോ, ഇത് ഓക്കെ ആണോ, എങ്ങനെ ഈ സിനിമയെ അപ്രോച്ച് ചെയ്യണമെന്നൊക്കെ. ഈ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഈ സിനിമ കണ്ടതിന് ശേഷം എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒറ്റ വാക്കി ചോദിച്ചാൽ, ഈ സിനിമ ബൈബിൾ അധിഷ്ഠിതമാണോ? അല്ല. ഈ സിനിമ കണ്ടാൽ എന്റെ വിശ്വാസം നഷ്ടപ്പെടുമോ, ഇതെന്റെ വിശ്വാസത്തെ ഭയങ്കരമായിട്ട് പിടിച്ചുലയ്ക്കുമോ? എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഒരു സിനിമ കാണുമ്പോൾ, ഏതൊരു സിനിമയും കാണുന്ന പോലെ നമ്മൾ ഇതിന്റെ പശ്ചാത്തലവും എല്ലാം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഒന്നാമത്തെ കാര്യം, നെറ്റ്ഫ്ലിക്സ് എന്നുള്ളത് ഒരു കൊമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് പോർട്ടലാണ്. അവരുടെ ലക്ഷ്യം ക്രൈസ്തവ വിശ്വാസത്തെയും കത്തോലിക്ക വിശ്വാസത്തെയും പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കണമെന്നില്ല. അങ്ങനെ ആയിരിക്കണമെന്നില്ല. അവർ കൂടുതലും ലക്ഷ്യം വെക്കുന്നത് കൊമേഴ്ഷ്യൽ ആയിട്ടും എന്റർടൈൻമെന്റ് ഏറ്റവും മനോഹരമായിട്ട് പ്രേക്ഷകർക്ക് കൊടുക്കാനാണ്. ഈ ഒരു സിനിമ ചെയ്യുമ്പോൾ നമുക്കറിയാം, പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജീവിതത്തെക്കുറിച്ച് ബൈബിൾ അധിഷ്ഠിതമായിട്ട് വളരെ ചുരുക്കമായിട്ടുള്ള വിവരങ്ങളെ നമ്മുടെ കയ്യിലുള്ളൂ. പിന്നീട് നമ്മുടെ വിശ്വാസത്തിലേക്ക് നമ്മൾ സ്വീകരിക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ സഭ പഠിപ്പിച്ചതും അത് പ്രത്യേകമായിട്ടും പരിശുദ്ധ പാരമ്പര്യത്തിൽ നിന്ന് ഉൾക്കൊണ്ടതുമാണ്. എന്നാൽ ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് പ്രോട്ടോ ഇവാഞ്ചലിയം ഓഫ് ജെയിംസ്, അല്ലെങ്കിൽ ബൈബിളിനോട് ചേർക്കപ്പെടാത്ത എന്നാൽ 2ാം നൂറ്റാണ്ടുകളിലൊക്കെ അവസാനത്തിലേക്ക് എഴുതപ്പെട്ട പല കാര്യങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന യാക്കോബിന്റെ സുവിശേഷം എന്നറിയപ്പെടുന്ന ഒരു കൃതി. അതോടൊപ്പം തന്നെ മരിയ അഗ്രഡയുടെ ചില വിഷൻസ്, അതോടൊപ്പം തന്നെ ആൻ കാതറിൻ എമറിക്കിന്റെ വിഷൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയാണ് കൂടുതലായിട്ടും ഈ സിനിമ ചെയ്തിരിക്കുന്നത് എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. പക്ഷെ അതോടൊപ്പം തന്നെ ഇവര് യഹൂദ പാരമ്പര്യങ്ങളിലേക്കും അതോടൊപ്പം ഖുറാനിലും ഒക്കെ പറയുന്ന ഇത്തരം റെഫറൻസസുകളെ കൂടുതലായിട്ടും അന്വേഷിക്കുകയും റിസർച്ച് ചെയ്യുകയും അതിൽ നിന്നുമൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടാണ് സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് സ്ട്രിക്ട്ലി ബൈബിൾ ബേസ്ഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ സിനിമ വളരെ മോശമാണെന്ന് ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒത്തിരി ഒന്ന് രണ്ട് നല്ല വശങ്ങളും ഈ സിനിമയ്ക്കുണ്ട്. പ്രത്യേകിച്ചും പരിശുദ്ധ അമ്മയുടെ ഒരു മാനുഷിക ഭാവത്തെ, അല്ലെങ്കിൽ സാധാരണക്കാരിയായ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ അമ്മ കടന്നുപോയ പ്രത്യേകിച്ചും കുഞ്ഞുനാളുകളിലും ജനനവുമായിട്ട് ബന്ധപ്പെട്ടതും പിന്നീട് അനുഭവിച്ചതുമായ പല കാര്യങ്ങളെയും ഈ സിനിമ വളരെ മനോഹരമായിട്ട് ഒപ്പിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ദേവാലയത്തിലായിരിക്കുമ്പോൾ ഒരു കുറുമ്പുള്ള, ഒരു കുസൃതിയുള്ള ഒരു പെൺകുട്ടിയെ അവതരിപ്പിക്കുന്നു. കുറേയും കൂടി ബോൾഡ് ആയിട്ടുള്ള, പാവങ്ങളെ സഹായിക്കുന്ന നന്മയുള്ളൊരു വ്യക്തിയായിട്ട് അവതരിപ്പിക്കുന്നു. പിശാചിനാൽ പ്രലോഭിപ്പിക്കപ്പെടുന്നത്, ഈശോ മരുഭൂമിയിൽ പ്രലോഭനിപ്പിക്കപ്പെട്ടതുപോലെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പരിശുദ്ധ അമ്മ അതിനെ തരണം ചെയ്തു എന്നൊക്കെ നമ്മൾ കാണുമ്പോൾ, നന്മയും തിന്മയും തമ്മിലുള്ള ഒരു വാറ് നമ്മൾ കാണുമ്പോൾ, അതൊക്കെ നമുക്ക് ഒത്തിരിയേറെ പ്രചോദനം തരുന്ന കാര്യങ്ങളാണ്. പിന്നീട് ഏറ്റവും മനോഹരമായിട്ട് എനിക്ക് തോന്നുന്നത് അവർ അവതരിപ്പിച്ചതും ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ, വിശുദ്ധ യൗസേപിതാവും പരിശുദ്ധ അമ്മയും തമ്മിലുള്ള ദാമ്പത്യത്തിന്റെ ആ ഒരു പരിശുദ്ധമായ സ്നേഹം. ഒരിക്കൽ പോലും യൗസേപിതാവ് പരിശുദ്ധ അമ്മയെ സ്പർശിക്കുന്നതോ അതല്ലെങ്കിൽ എന്താ പറയുക കെട്ടിപ്പിടിക്കുന്നതോ ചുംബിക്കുന്നതോ ആയിട്ടുള്ള ഒരു രംഗങ്ങളും ഈ സിനിമയിലില്ല. അത്തരത്തിലുള്ള ഭയമൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. ഈ യൗസേപിതാവിന്റെയും മാതാവിന്റെയും ആയിട്ടുള്ള ആ ബന്ധം വളരെ റൊമാൻറ്റിക് ആൻഡ് സെക്ഷൽ ആയിട്ട് മാത്രം അവതരിപ്പിക്കുക എന്നുള്ളതൊക്കെ. പക്ഷേ യൗസേപിതാവിനെ ഒരു ചെറുപ്പക്കാരനായിട്ട് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു. മാതാവിനെ സംരക്ഷിക്കുന്ന ഒരു കുറെ രംഗങ്ങൾ നമ്മൾക്ക് ഇതിനകത്ത് കാണാം. യൗസേപിതാവ് ഉണ്ണീശോനെയും മാതാവിനെയൊക്കെ സംരക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ കുലീനമായിട്ടും റെസ്പെക്റ്റോട് കൂടിയും ദൈവത്തിൽ നിന്ന് മാതാവ് സ്വീകരിച്ച, ദൈവത്തിന് കൊടുത്ത വാക്കും ആ നിയോഗവും ഒക്കെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് മാതാവിനെ പരിശുദ്ധമായ സ്നേഹത്തോടെ സ്നേഹിച്ച് സംരക്ഷിക്കുന്ന, കൂടെ നടക്കുന്ന ഒരു വ്യക്തിയായിട്ട് യൗസേപിതാവിനെയും നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് പൂജരാജാക്കന്മാരുടെ പേരുകളോട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളോടൊക്കെ ഈ ഒരു സിനിമ നീതി പുലർത്തുന്നുമുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ ഈ സിനിമയിൽ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതൊരു ഫിക്ഷൻ ആയിട്ട്, ഒരു കാൽപ്പനികമായ ഒരു ഫിക്ഷൻ ആയിട്ട്, ഒരു സയൻസ് ഫിക്ഷൻ ഫാന്റസി ആയിട്ടാണ് ഈ സിനിമ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഏറ്റവും മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഈ സിനിമയുടെ കോസ്റ്റ്യൂം ഡിസൈനിങ് ആണ്. കാരണം നമ്മൾ ഒരുപക്ഷെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഡ്യൂൺ അല്ലെങ്കിൽ സ്റ്റാർ വാഴ്സോ അങ്ങനെയുള്ള സയൻസ് ഫിക്ഷൻ ഫാന്റസിയിൽ കാണുന്ന പ്രമേയവും ഒരു സിനിമാറ്റോഗ്രഫിയും അത്തരത്തിലുള്ള ഒരു അപ്രോച്ചാണ് സിനിമയിലെ ക്യാരക്ടേഴ്സിനോടൊക്കെ കാണിച്ചിരിക്കുന്നത്. ഗബ്രിയേൽ മാലാഖേനെയൊക്കെ അവതരിപ്പിക്കുന്നത് കാണുമ്പോൾ ഇതൊരു മാലാഖയാണോ എന്ന് പോലും ഒരുപക്ഷെ നമുക്ക് തോന്നിപ്പോവായിരിക്കും. പിന്നീട് അതിനേക്കാളൊക്കെ ഉപരി മുഖഭാവത്തിലും ആ കോസ്റ്റ്യൂമും ഒക്കെ ഇങ്ങനെയുള്ള മറ്റ് സിനിമകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്തിരിക്കുന്നത് പോലെയും, പരിശുദ്ധ അമ്മ ദേവാലയത്തിലായിരിക്കുമ്പോൾ അവർക്കുള്ളൊരു യൂണിഫോം ഒക്കെ കാണുമ്പോൾ കുറെ പേരൊക്കെ പറയുന്നത് ഹാൻഡ് മെയ്ഡൻ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു സീരീസിൽ നിന്ന് കടമെടുത്തത് പോലത്തുള്ള യൂണിഫോം പോലെയൊക്കെയാണ് പലർക്കും ഫീൽ ചെയ്തത്. പിന്നീട് ഗബ്രിയേൽ മാലാഖയുടെ മുഖത്തോട് നോക്കുമ്പോൾ പോലും അവിടെയുള്ളൊരു തേജസ്സും ഒരു കൃപയും ഒരു ദൈവികമായ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുന്നില്ല. കൂടുതൽ ക്രീപ്പി ആയിട്ടും ഇച്ചിരി കൂടി ഇരുളുമയുള്ളതും ഭീകരവുമായ ഒരു മുഖഭാവത്തോടു കൂടിയൊക്കെയാണ് നമ്മൾ ഗബ്രിയേൽ മാലാഖേനെയൊക്കെ ഈ ഒരു സിനിമയിൽ നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ ദേവാലയത്തിലുള്ള പ്രവാചിയായ അന്നയുടെയും മറ്റ് പുരോഹിതരുടെയും ഒക്കെ വേഷവിധാനങ്ങൾ വളരെ വളരെ ഓക്വേർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് മറ്റ് സയൻസ് ഫിക്ഷൻ ഫാന്റസികളിൽ അവതരിപ്പിക്കുന്ന അതേ ഒരു കോസ്റ്റ്യൂം ഡിസൈൻ തന്നെ ഇങ്ങോട്ട് എടുത്ത് വെച്ചതുപോലെ എനിക്ക് തോന്നി. പിന്നീടുള്ള ഒരു കാര്യം, യൗസേപ്പിതാവിന്റെ ജീവിതത്തെ വളരെ ഡൗൺഗ്രേഡ് ചെയ്താണ് അവതരിപ്പിച്ചിരിക്കുന്നത്.
യോസേപ്പ് പിതാവിനെ ഒരു മരപ്പണിക്കാരനായിട്ട് ഒരിക്കലും കാണിക്കുന്നില്ല. ബൈബിളിൽ നിന്നും മറ്റ് ആളുകൾക്ക് ലഭിച്ചിരുന്ന വിഷൻസിൽ നിന്നും പരിശുദ്ധ പാരമ്പര്യത്തിൽ നിന്നൊക്കെ ലഭിച്ച ഒരു അടക്കമുള്ള ശാന്ത സ്വഭാവമുള്ള ഒരു തനിമയുള്ള ഒരു ജെന്റിൽമാൻ ആയിട്ട് യോസേപ്പ് പിതാവിനെ അവതരിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഹോട്ട് ഹെഡഡ് ആയിട്ടുള്ള ഒരു യുവാവായിട്ടാണ് യോസേപ്പ് പിതാവിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. യുവാവായതുകൊണ്ടല്ല പ്രശ്നം, പക്ഷേ യോസേപ്പ് പിതാവിന്റെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ദൈവിക ഇടപെടലുകൾ, പ്രത്യേകമായിട്ടും നമ്മൾ എന്താ പറയുന്നത്, യോസേപ്പ് പിതാവിന് ലഭിക്കുന്ന മാലാഖമാരിൽ വഴി ലഭിക്കുന്ന സന്ദേശങ്ങൾ, അതിൽ നടക്കുന്ന തീരുമാനങ്ങൾ, അതൊന്നും ഈ ഒരു സിനിമയിൽ നീതിപൂർവ്വം അവതരിപ്പിച്ചിട്ടില്ല. അതിനൊക്കെ വളരെ മാനുഷികമായിട്ട് അവതരിപ്പിച്ച് വളരെ മിനിമലിസ്റ്റ് ആയിട്ട് ഇങ്ങനെ തള്ളിക്കളയുകയാണ് ചെയ്തതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ യോസേപ്പ് പിതാവിനെ കുറെ കൂടി ആക്രമോത്സകനായ, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന, പൊട്ടിത്തെറിക്കുന്ന, അടിയുണ്ടാക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ പ്രകൃതം യോസേപ്പ് പിതാവിനെ അങ്ങനെ ഒരിടത്തും പരമായ ഒരു പാരമ്പര്യങ്ങൾ യോസേപ്പ് പിതാവിനെ അങ്ങനെ അവതരിപ്പിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. അതോടൊപ്പം തന്നെ ഈ പല വിഷൻസിലും യോസേപ്പ് പിതാവ് നൽകിയ വടി പുഷ്പിക്കുമ്പോൾ ആ വടിയെടുക്കുമ്പോൾ പുരോഹിതന്റെ കയ്യിൽ അത് പുഷ്പിക്കുകയും അങ്ങനെയാണ് മാതാവിനെ യോസേപ്പ് പിതാവിന് ഭർത്താവായിട്ട് നൽകുകയും ചെയ്തു എന്നുള്ള പല പാരമ്പര്യങ്ങളെയും ഇത് തള്ളിക്കളയുന്നുണ്ട്. അവിടെ പ്രോട്ടോവാഞ്ചിലോ മറ്റു കൃതികളോടും ഒന്നും സിനിമ നീതി പുലർത്തുന്നുമില്ല. പിന്നീടൊരു കാര്യം, മാതാവിനെ ദേവാലയത്തിൽ 3 വയസ്സുള്ളപ്പോഴാണ് സമർപ്പിച്ചതെന്ന് ഇവിടെ എല്ലാം പറയുമ്പോഴും സിനിമയിൽ അത് കുറെ കൂടി പ്രായമുള്ള ആളായിട്ടാണ് നമ്മൾ കാണുന്നത്. പിന്നീട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഇങ്ങനൊരു അമ്മയാകാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അറിഞ്ഞായിരുന്നെങ്കിൽ കഥ അപ്പാടെ മാറിപ്പോയി. പക്ഷെ സിനിമയിൽ അങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്. എല്ലാ ഫോക്കസും മാതാവ് ഇങ്ങനെ ഒരു ദൗത്യത്തിന് വേണ്ടിയുള്ള ആളാണെന്ന് എല്ലാവർക്കും അറിയാവുന്നത് പോലെയാണ് അവതരിപ്പിക്കപ്പെട്ടത്. അതോടൊപ്പം തന്നെ മാതാവ് അമലോത്ഭവയായതുകൊണ്ടും പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ടുമുള്ള ദൈവികമായ പുണ്യങ്ങൾ, അനുസരണം, അടക്കം, ഭക്തി, വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒട്ടും അവതരിപ്പിച്ചിട്ടില്ല. കുറെ കൂടി ഒരു സ്ത്രീ കഥാപാത്രത്തെ ബിൽഡ് ചെയ്തെടുക്കാനുള്ള ശ്രമമാണ് നടന്നിരിക്കുന്നത്. ആ ഒരു ദൈവിക ചൈതന്യത്തിലേക്ക് പരിശുദ്ധ അമ്മയെ ചിത്രീകരിക്കുന്നതിൽ ചിത്രം ഒത്തിരി പരാജയപ്പെടുന്നുണ്ട്. ഒരു ബോൾഡ് ആയിട്ടൊരു സ്ത്രീ, ഒരു പെൺകുട്ടിയായിട്ട് അവതരിപ്പിക്കുന്നു. പക്ഷെ അതിനപ്പുറത്തേക്കുള്ളൊരു ദൈവികത നിറഞ്ഞു നിൽക്കുന്ന, ഒരു പരിശുദ്ധിയും കൃപയും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീയായിട്ട് നമ്മൾ കാണുന്നില്ല പരിശുദ്ധ അമ്മയെ ഈ ഒരു സിനിമയിൽ. ഒപ്പം മംഗളവാർത്ത പരിശുദ്ധ അമ്മയ്ക്ക് ലഭിക്കുന്നത് നസ്രത്തിൽ വെച്ചാണെന്നും പരിശുദ്ധ നമ്മുടെ വീട്ടിൽ വെച്ചാണെന്നും ബൈബിളിൽ നിന്നും മറ്റ് പല വിഷൻസിൽ നിന്നും ഒക്കെ നമുക്കറിയാം. പക്ഷേ ഈ സിനിമയിൽ അത് ദേവാലയത്തിൽ വെച്ചാണ് നടക്കുന്നത്. അവിടെ വെച്ച് ഉടനെ തന്നെ പരിശുദ്ധ അമ്മ ഗർഭിണിയായതായിട്ട് എല്ലാവരും അറിയുകയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുന്നതിന് ഇങ്ങനെ ഡ്രമാറ്റിക് ആൻഡ് സിനിമാറ്റിക് ആയിട്ട് എല്ലാ സംഭവങ്ങളും ഇങ്ങനെ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് വഴി അതിന്റെ ഒതന്റിസിറ്റി നഷ്ടപ്പെട്ടതുപോലെ എനിക്ക് തോന്നി. കാരണം അങ്ങനെ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ബൈബിളിൽ നൽകിയിരിക്കുന്ന കാര്യങ്ങളുമായിട്ടൊക്കെ ഒത്തിരി വ്യത്യാസം വരും. പിന്നീട് മംഗളവാർത്തയുടെ സംബന്ധിക്കുന്ന എല്ലാ വാക്കുകളും വചനങ്ങളും നമുക്ക് ലൂക്കായുടെ സുവിശേഷത്തിൽ കാണാം. അതൊന്നും ഈ സിനിമയിൽ പ്രോപ്പറായിട്ട് ഉപയോഗിച്ചിട്ടില്ല. മാലാഖയുടെ അഭിവാദനവും പരിശുദ്ധ മൈതാ കർത്താന്റെ ദാസന്റെ വാക്കുപോലെങ്കിൽ ഭവിക്കട്ടെ എന്ന് പറയുന്ന ആ വാക്കും അതുപോലെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുന്ന ഒരു വാക്ക് മാത്രമാണ് എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളൂ. അത്തരത്തിലുള്ള കൃത്യമായ ബൈബിളിൽ നൽകിയിരിക്കുന്ന കാര്യങ്ങളെ ഒട്ടും പരിഗണിക്കാതെയാണ് സിനിമ എടുത്തിരിക്കുന്ന ഒരു സങ്കടം എനിക്കുണ്ട് ഈ സിനിമ കാണുമ്പോൾ. ഒരുപക്ഷെ അവർക്ക് ഈ സിനിമ എടുക്കുമ്പോൾ ബൈബിളിൽ നൽകപ്പെട്ടിരിക്കുന്ന ചരിത്രപരമായിട്ടും വിശ്വാസപരമായിട്ടും കാതലായി സാധനത്തെ എടുത്തിട്ട് അതിന് ചുറ്റും ഈ സിനിമ നിർമ്മിച്ചിരുന്ന കുറേയും കൂടി ഈ സിനിമ ഒതന്റിക് ആയിട്ട് ഒരുപക്ഷെ നമുക്ക് ഫീൽ ചെയ്തേ. പിന്നെ പരിശുദ്ധ അമ്മ ഗർഭിണിയാണെന്നുള്ള കാര്യം ഏറ്റവും നന്നായിട്ട് അറിഞ്ഞത് യോസേപ്പ് പിതാവിനാണെന്നും അതുകൊണ്ടാണ് രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതെന്നും പിന്നീട് മാലാഖയുടെ സന്ദേശത്താലാണ് ഭാര്യയായിട്ട് സ്വീകരിച്ചതെന്ന് നമുക്കറിയാം. എന്നാൽ ഇവിടെ സംഭവിക്കുന്നതോ എല്ലാവരും പറഞ്ഞിട്ട് അവസാനമാണ് യോസേപ്പ് പിതാവ് പറയുന്നത്. നാട്ടുകാർ മൊത്തം അറിഞ്ഞ് മാതാവിനെ കല്ലെറിയാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നാട്ടിൽ മൊത്തം ചീത്തപ്പേരാവുകയും പിന്നീട് മാതാവിനെ അവർ അംഗീകരിക്കാതിരിക്കും, മാതാവിന് ലഭിച്ച ശിശുവിനെ ജാരസ്നതയായിട്ട് കണക്കാക്കുകയും ചെയ്യും. പക്ഷേ ബൈബിളിൽ ഈശോയെ യോസേപ്പിന്റെയും മാതാവിന്റെയും മകനായിട്ടാണ് അവരെല്ലാം പരിഗണിക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവം നാട്ടിൽ എല്ലാവരും അറിഞ്ഞായിരുന്നെങ്കിൽ ഒരിക്കലും അങ്ങനെയുള്ളൊരു സംഭവമോ ഒരു വിലയോ ഒരു റെസ്പെക്റ്റോ നാട്ടിൽ ലഭിക്കുമായിരുന്നില്ല. പ്രത്യേകിച്ച് നസ്രത്തിൽ ഒട്ടും കിട്ടുമായിരുന്നില്ല. മാതാവ് തന്റെ വീട്ടിൽ വെച്ച് വിവാഹത്തിന്റെ സമയത്തൊക്കെ ഇങ്ങനെ ഗർഭിണിയായ കാര്യം അറിയുകയൊക്കെ ചെയ്യുമ്പോഴൊക്കെയും അപ്പോഴൊക്കെയാണ് വിവാഹം നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ആ ഒരു രംഗങ്ങളൊക്കെ ചിത്രീകരിച്ചിട്ടൊക്കെ നന്നായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ അവിടെയൊക്കെ ഒത്തിരി ലോജിക്കലായിട്ടുള്ള വിരോധാഭാസങ്ങൾ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് വേറൊരു കാര്യം സംഭവിക്കുന്നത്, യോസേപ്പ് പിതാവ് പരിശുദ്ധ മാതാവിനെ ഇങ്ങനെ സ്വീകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞതിന് ശേഷവും ഹെറോദിനും ആ കൊട്ടാരത്തിലും എപ്പോഴും മാതാവിന്റെ മേലെ ഒരു സംശയം ഉണ്ടാവുന്നു. ഈ മാതാവിൽ നിന്നാണോ ഈ മേരിയിൽ നിന്നാണോ ഈ രക്ഷകൻ അല്ലെങ്കിൽ യഹൂദരുടെ രാജാവാകുന്ന വ്യക്തി ജനിക്കാൻ പോകുന്ന ചിന്തയൊക്കെ ഉണ്ടാകുന്നു. അപ്പൊ അങ്ങനെയുള്ള സംശയം നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഹെറോദ് പണ്ടേ തന്നെ മാതാവിനെ തീർത്തു കളഞ്ഞാൽ. ഹെറോദിനെ വളരെ മനോഹരമായിട്ട് ആന്റണി ഹോപ്കിൻസ് എന്ന മികച്ച നടൻ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ സിനിമ പോകുന്ന കഥയുടെ തന്തു അങ്ങനെയാണ്. അവര് എപ്പോഴും ഇങ്ങനെ മാതാവിനെ സ്പൈ വർക്ക് നടത്തുന്നുണ്ട്, എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ. യോസേപ്പ് പിതാവും മാതാവും ഈജിപ്തിലേക്ക് അല്ലെങ്കിൽ ബെത്ലഹേമിലേക്ക് പോകുന്നത് കണക്കെടുപ്പിന്റെ ഭാഗമായിട്ടാണ്.
അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ വെച്ച് മാതാവ് ഈശോയ്ക്ക് ജന്മം കൊടുക്കുന്നത്. പക്ഷെ സിനിമയിൽ അങ്ങനെയല്ല അവതരിപ്പിച്ചിരിക്കുന്നത്. ജീവരക്ഷാർത്ഥം ഓടിപ്പോകുന്നതായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി ബെത്ലഹേമിൽ ചെന്ന് കഴിയുമ്പോഴും ആ പുൽക്കൂടിനെ കാണിക്കുന്ന തകർന്നൊരു കെട്ടിടത്തിന്റെ ഏതൊരു കോർണർ മാത്രമായിട്ടാണ് കാണിക്കുന്നത്. ഒരു കാലിത്തൊഴുത്തായിട്ട്, എല്ലായിടത്തും പറഞ്ഞിരിക്കുന്ന ഒരു കാലിത്തൊഴുത്തായിട്ടോ അവിടെ ഒരു ആടിനെയോ കാലികളെയോ ഒന്നും കാണാനില്ല. എന്ന് മാത്രമല്ല, പരിശുദ്ധ അമ്മയും എലിസബത്തും അവിടെ ഉണ്ടായിരുന്നു ആ ഒരു പ്രസവ സമയം. അങ്ങനെ ഒരു കാര്യം ഒരിടത്തും നമ്മൾ കേൾക്കുന്നില്ല. അത് മാത്രമല്ല, പരിശുദ്ധ അമ്മയും അല്ലെങ്കിൽ മാതാപിതാക്കൾ തന്നെയും അതിനു മുമ്പൊക്കെ മരണപ്പെട്ടതായിട്ടാണ് പലയിടങ്ങളിൽ നിന്നുമുള്ള എല്ലാ സൂചനകളും സൂചിപ്പിക്കുന്നത്. ഇനി പുൽക്കൂട് കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഹെറോദോസിന്റെ അടുത്തേക്ക് ഈ പൂജരാജാക്കൻ വരുമ്പോൾ അവരുടെ പേരിനോട് നീതി പുലർത്തുന്നുണ്ട്. പക്ഷെ പൂജരാജാക്കന്മാരോട് ഈ ശിശുവിനെ കണ്ട് തിരിച്ചു വന്ന് എൻ്റെ അടുത്ത് പറയണം, ഞാൻ കാത്തിരിക്കുമെന്ന് ഹെറോദ് പറയുകയും അവർ തിരിച്ചു വരാത്തപ്പോഴാണ് ശിശുക്കളെ കൊല്ലാൻ ഓർഡർ ഇടുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇതിനിടയിൽ 40 ദിവസത്തിന് ശേഷം ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെക്കുന്നുണ്ട്. 2 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് വധിക്കാൻ വരുന്നത്. അതായത് കുറെ നാളുകൾക്ക് ശേഷമാണ് ഹെറോദ് ഈ ഒരു കാര്യം പറയുന്നത്. അല്ലെങ്കിൽ 2 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ വധിക്കാൻ പറയേണ്ട ആവശ്യമില്ല. എന്നാൽ സിനിമയിൽ കാണുന്ന നവജാത ശിശുക്കളെയാണ് വധിക്കാൻ പറയുന്നത്. ഇതിനുശേഷം ഇവര് വളരെ വിരോചിതമായിട്ടാണ് ദേവാലയത്തിലേക്ക് തിരിച്ചു വരുന്നത്, ഏകദേശം 40 ദിവസം കഴിയുമ്പോൾ തന്നെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെയല്ല ബൈബിളിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈശോ ജനിച്ചു കഴിഞ്ഞ് നമ്മൾ ഓർക്കണം, ഈശോ ജനിക്കുന്നത് ബെത്ലഹേമിലാണ്, ഹെറോദ് ഉള്ളത് ഈ ദേവാലയമൊക്കെ ഉള്ളത് ജെറുസലേമിലാണ്. നല്ല ദൂരമുണ്ട് ഇത് തമ്മിൽ. ഈശോ ജനിച്ച ഉടനെ ഒരു ആട്ടിനെയും വന്ന് ഇവിടെ വിവരം അറിയിക്കാൻ തക്കവണ്ണ ആധുനിക സംവിധാനമൊന്നും അന്നില്ല. മാത്രമല്ല, പൂജരാജാക്കന്മാര് ഉണ്ണിയെ കണ്ടതിന് ശേഷം മറ്റു വഴിയെ തിരിച്ചു പോകുന്നതും അത്തരം പ്രമേയങ്ങളും ഇവിടെ കാര്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു ചേർച്ചയില്ലായ്മ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഹെറോദോസ് ഈ ശിശുക്കളെ വധിക്കാൻ ആജ്ഞാപിക്കുമ്പോൾ ഈശോയ്ക്ക് പിന്നീട്, അല്ലെങ്കിൽ ആ തിരുക്കുടുംബത്തിന് ഹെറോദോസിന്റെ മരണം വരെ അങ്ങോട്ട് തിരിച്ചു പ്രവേശിക്കാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അത് പിന്നീടാണ് സംഭവിക്കുന്നത്, ചരിത്രപരമായിട്ട് പോലും. അപ്പോൾ ഈശോ പ്രിയമുള്ളവരെ, ആദ്യമേ അവർ ദേവാലയത്തിൽ ഈശോയെ കാഴ്ചവെക്കുന്നു. അതിനുശേഷം യൗസേപ്പിതാവിന് ദർശനം കിട്ടുന്നതനുസരിച്ച് അവർ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നു. അത് കുതിരപ്പുറത്ത് ഇങ്ങനെ കുളമ്പടിയോട് കൂടിയൊന്നും അല്ല അവർ പോയത്. അതിന് മാത്രമുള്ള സാമ്പത്തിക ശേഷിയുള്ളവരായിരുന്നില്ല യൗസേപ്പിതാവും മാതാവും ഒന്നും. അവര് പയ്യെ കഴുതപ്പുറത്ത് തന്നെയാണ് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നത്. അല്ലെങ്കിൽ നഗര കവാടങ്ങൾ ആദ്യമേ തന്നെ അവർ കൊട്ടിയടക്കി ഇവരെ നേരത്തെ പിടിക്കുകയും ചെയ്യും. അത്രമാത്രം സൈന്യബലം അവിടെയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തെ സിനിമാവൽക്കരിക്കുന്നതിന്റെ പേരിൽ ഇത്തരം കാര്യങ്ങളെ, ഇത്തരം ഡീറ്റെയിൽസിനെ എല്ലാം മാറ്റിക്കളയുന്നു. ആട്ടിടയന്മാര് ആ നാട് മൊത്തം ഇപ്പൊ ഈശോ പറക്കാൻ പോവാന്ന് പറഞ്ഞ് കാത്തിരുന്നിട്ടില്ല. അങ്ങനെയുള്ള പ്രമേയമാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ഒരു ടൈം ലൈൻ പ്രത്യേകിച്ചും ഈ കാര്യങ്ങൾ നടക്കുന്ന ഓർഡറിൽ സിനിമയിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. പിന്നീട് മറ്റ് പല സിനിമകളിൽ, പ്രത്യേകിച്ച് സയൻസ് ഫിക്ഷൻ സിനിമകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാള്, അല്ലെങ്കിൽ ഒരു രക്ഷകൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചോസൺ വൺ എന്നുള്ളൊരു പ്രമേയം ഒത്തിരി ഉണ്ട്. അത് മനുഷ്യകുലത്തിൽ എല്ലാ ഇടങ്ങളിലും, എല്ലാ കൾച്ചറിലും അങ്ങനെ ഒരു സാധനം ഉണ്ട്. പക്ഷെ വളരെ മനോഹരമായിട്ടും ഇതിന്റെ വസ്തുതകളെല്ലാം അവതരിപ്പിച്ചിരിക്കുന്ന ബൈബിളിൽ നൽകുന്ന ഒരു കാര്യങ്ങളും വകവയ്ക്കാതെ വെറുതെ ഒരു സിനിമാ പ്രമേയത്തിന്റെ ഉദ്ദേശത്തോടെ മാത്രമാണ്, അതായത് ഈസ് എ ചോസൺ വൺ, അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ് മേരി. അതിനപ്പുറത്തേക്ക് ഒരു ദൈവിക ഇടപെടലുകളെ ഒന്നും ഈ സിനിമ വകവയ്ക്കുന്നില്ല. ദൈവികതയോ ആത്മീയതയോ ഒന്നും വകവയ്ക്കാതെ അതിനെല്ലാം മാനുഷികമായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് വിട്ടിരിക്കുകയാണ് ഈ സിനിമ. ഈശോയെ ലോകത്തിന്റെ രക്ഷകനായിട്ടോ ദൈവത്തിന്റെ പുത്രനായിട്ടോ പഴയ നിയമത്തിലെ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിട്ടോ ഒക്കെ അവതരിപ്പിക്കുന്നു. പ്രത്യേകിച്ചും ഈശോ ലോകരക്ഷകനാണെന്നുള്ളൊരു വാക്കുപോലും പറയാതെ യഹൂദരുടെ രാജാവാണെന്ന് മാത്രമുള്ള വാക്കുകൾ മാത്രമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രമേയം അവതരിപ്പിക്കുമ്പോഴും വളരെ കാഷ്വൽ ആയിട്ടൊരു കഥ പറഞ്ഞു, വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടൊരു കഥ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. സിനിമ എന്നുള്ള നിലയിൽ ഇതൊരു ആവറേജ് സിനിമയാണ്. വിശ്വാസത്തെ സംബന്ധിച്ച് ഞാൻ ഇതിൽ നിന്ന് ആത്മീയമായ പ്രചോദനങ്ങൾ ഒന്നും തന്നെ ഉൾക്കൊണ്ടില്ല എന്ന് വേണം പറയാൻ. അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഈ സിനിമ എനിക്ക് തോന്നിയില്ല. കാരണം പരിശുദ്ധ ദൈവമാതാവിന്റെയും ഈശോയുടെ ഒക്കെ കഥ നമുക്കറിയാം. അപ്പൊ ഇച്ചിരിയും കൂടി അതൊരു വളരെ ഒഥന്റിക് ആയിട്ട് അവതരിപ്പിക്കാമായിരുന്നു എന്നാണ് എനിക്കുള്ള ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം. അപ്പൊ ഈ സിനിമ നിങ്ങൾ ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി കാണുക. ഇതിനകത്ത് നല്ല വശങ്ങളും മോശം വശങ്ങളും ഇത് പരാജയപ്പെട്ട ഇടങ്ങളും ഒക്കെ ഒത്തിരി ഉണ്ട്. അപ്പോ ഇത് ബൈബിളിനോട് നീതി പുലർത്തുന്നില്ലെങ്കിലും നമ്മുടെ വിശ്വാസത്തെ ഇത് കണ്ടത് വഴി എടുത്തു കളയാൻ തക്ക പവർഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ മോശമായിട്ടുള്ള ചിത്രീകരണമോ വളരെ അരോചകമായിട്ടും അശ്ലീകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എടുത്തു പറയുന്നുള്ളതായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ആവറേജ് സിനിമ, കൊമേഴ്ഷ്യൽ സിനിമ, അത് മാതാവിനെ ബേസ് ചെയ്തുകൊണ്ട് ഇറക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ആത്മീയ ധ്യാനത്തിന് ഉപയോഗിക്കാൻ തക്കവണ്ണമുള്ള മെറ്റീരിയൽ ഒന്നും ഞാൻ ഈ സിനിമയിൽ കണ്ടിട്ടില്ല. അത്രയുമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് സിനിമ തുറയോടുകൂടി കാണുമ്പോൾ ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി സിനിമ കാണണമെന്ന് മാത്രമാണ് എന്റെ അഭ്യർത്ഥന. ഈശോ അനുഗ്രഹിക്കട്ടെ.